ജി സുധാകരൻ വന്നതിനെ തുടർന്ന് കോൺഗ്രസിൽ വലിയ അതൃപ്തിയാണ്. KPCC ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് MJ ജോബ്. എത്ര മഹാനായാലും പിന്തുണ കൊടുക്കുന്നത് ദില്ലിയിൽ നിന്ന് നേരിട്ടാകരുത് എന്നൊക്കെയാണ് MJ ജോബ് പറയുന്നത്. ജോബിന്റെ വാക്കുകൾ ആദ്യം. ജി സുധാകരൻ എന്ന് പറയുന്ന നേതാവിനെ എടുക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് അവിടുത്തെ പ്രവർത്തകർ വിശ്വാസത്തിലെടുക്കാൻ നേതൃത്വം തയ്യാറായില്ല എന്നുള്ള വല്ലാത്തൊരു മനപ്രയാസം. പക്ഷെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് UDFും അദ്ദേഹത്തെ പോലൊരാൾക്ക് പിന്തുണ കൊടുക്കുമ്പോൾ ഈ ജില്ലയിലെ പാർട്ടിയുടെ നേതാക്കന്മാരുടെ അവരെ കൂടെ വിശ്വാസത്തിലെടുത്ത് എടുക്കണമായിരുന്നു എൻ്റെ വിനീതമായൊരു അഭിപ്രായമാണ്. അല്പമെങ്കിലും മര്യാദയും മാന്യതയും ഈ സഹജീവികളോടുള്ള കുറച്ച് അനുകമ്പയൊക്കെ കാണിക്കേണ്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ കണ്ട് കൂടെ ഇരുന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉണ്ടാക്കി കൊടുത്ത പായസവും കുടിച്ചു പോയ നേതാക്കന്മാർക്ക് അതിൻ്റെ വിഷമം അറിയില്ല. ഇക്കാലം അത്രയും കണ്ണീര് കുടിച്ച കോൺഗ്രസ്സുകാർക്കുള്ള വിഷമം കോൺഗ്രസ്സുകാർക്ക് മാത്രമേ അറിയുള്ളൂ എന്നാണ് എനിക്ക് ചുരുക്കി പറയാനുള്ളത്. തീർച്ചയായും ഷാജഹാൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. ഷാജി, തുറന്നടിക്കുകയാണ് MJ ജോബ് രാജിവെക്കുന്നു. അതായത് കോൺഗ്രസിനെ എടുത്താൽ തീരാത്ത തലവേദന കോൺഗ്രസിനുള്ളിൽ തന്നെയുണ്ട്. ഇതാ ജി സുധാകരൻ എത്തിയതോടുകൂടി കൂടുതൽ പ്രശ്നങ്ങൾ എത്തുകയാണ് കോൺഗ്രസിൽ. MJ ജോബ് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? അജിംഷാദ് ഏതാണ്ട് 40 വർഷത്തിലധികം കാലം കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തനത്തിൽ സജീവമായിരുന്ന KSU തൊട്ട് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തനായിരുന്നു MJ ജോബ്. ഇപ്പോൾ KPCC ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹമാണ് ഇപ്പോൾ തന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം D സുഗതനും സമാനമായ രീതിയിൽ പ്രതികരിച്ചിരുന്നു. ഏതെങ്കിലും തരത്തിൽ ഒരു മറ്റു പാർട്ടിയിൽ നിന്നും വിട്ടുവരുന്ന ഒരാളെ പാർട്ടിയിലേക്ക് പരിഗണിക്കുന്നതിന് മുൻപ് താഴെ തട്ടിൽ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യണം. അതാണ് സാധാരണ കീഴ്വഴക്കം. പക്ഷെ അത്തരം കീഴ്വഴക്കങ്ങൾ ഒന്നും തന്നെ പാലിക്കാതെ ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ശരിക്കും കോൺഗ്രസിന്റെ പ്രാദേശിക പ്രവർത്തകരും നേതാക്കളും ഒന്നും തന്നെ അംഗീകരിക്കില്ല. അത് കടുത്ത അതൃപ്തിയുണ്ട്. ഈ ജി സുധാകരൻ ഇരുന്ന സമയം ഏതാണ്ട് കോൺഗ്രസിന്റെ നിരവധി ആളുകൾക്ക് ക്രൂരമായ മർദ്ദനത്തിന്, പ്രവർത്തനം മൂലം ക്രൂരമായ മർദ്ദനത്തിന് ഇരയാകേണ്ടി വന്നിട്ടുണ്ട്. അത്തരം മർദ്ദനം സഹിച്ചവരുടെ നേതാവായിട്ട് അല്ലെങ്കിൽ അവർ പ്രവർത്തിക്കേണ്ട ഒരു നേതാവായിട്ട് ജി സുധാകരനെ കൊണ്ടുവരുമ്പോൾ അത്തരം നേതാക്കളുടെ പ്രശ്നങ്ങൾ കൂടി പരിഗണിക്കണമായിരുന്നു നേതാക്കൾ. പക്ഷേ ഈ ദേശീയ നേതാക്കൾ ആരും തന്നെ, അത് പ്രധാനമായിട്ടും KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളെ പേരെടുത്തു പറയാതെയാണ് അദ്ദേഹം വ്യാഖ്യാനിച്ചത്. അത്തരം നേതാക്കളെയൊക്കെ തന്നെ ഈ ജി സുധാകരനെ കൊണ്ടുവരുമ്പോൾ ആ ഒരു വികാരം കണക്കിലെടുക്കണമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പരസ്യ പ്രതികരണവുമായിട്ട് ഇപ്പോൾ KPCC ജനറൽ സെക്രട്ടറി തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. ജില്ലയിലെ മറ്റു നേതാക്കൾക്കും സമാനമായ രീതിയിലുള്ള പ്രതിഷേധങ്ങളുണ്ട്. ഇനി ഇപ്പോൾ വരും ദിവസങ്ങളിൽ സുധാകരൻ സജീവമായി രംഗത്തിറങ്ങുന്നതോടെ കോൺഗ്രസിന്റെ പ്രാദേശിക തലത്തിലടക്കം ഒട്ടനവധി നേതാക്കൾ പ്രതിഷേധവുമായി രംഗത്ത് വരും. എന്തായാലും ജി സുധാകരൻ വന്നതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ഒരു സജീവ പ്രവർത്തകൻ, ഏതാണ്ട് 40 വർഷത്തിലധികം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തനം നടത്തിയിരുന്ന ഒരു വ്യക്തി ഇപ്പോൾ ആ പാർട്ടി വിട്ട് പുറത്തു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അത് കോൺഗ്രസിന്റെ തെറ്റായ നിലപാടുകളാണ്, നയങ്ങളാണ്. അതിനിയും ആവർത്തിക്കാൻ പാടില്ല. അതിന്റെ ഒരു സൂചന കൂടിയാണ്. താൻ മറ്റ് പാർട്ടി പ്രവർത്തകരെ ഒന്നും തന്നെ കൊണ്ടുപോകുന്നില്ല എന്ന് പറയുമ്പോൾ പോലും ജോബിനോടൊപ്പം ഒട്ടനവധി ആളുകൾ സമാനമായ രീതിയിൽ പ്രതിഷേധ സൂചകമായിട്ട് പുറത്തേക്ക് പോകാനാണ് സാധ്യത.